നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള അന്തിക്കാട് മേപ്പറമ്പ് ശ്രീ വാമനമൂർത്തി ക്ഷേത്രം ഇപ്പോൾ ഒരു പുതിയ ചരിത്രത്തിന് കൂടി സാക്ഷിയാകുകയാണ്. പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ക്ഷേത്രഭരണം ഇന്ന് പൂർണ്ണമായും സ്ത്രീകളുടെ കൈകളിലാണ്. ഭരണസമിതി കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ ഒരു കൂട്ടം വിശ്വാസികളായ സ്ത്രീകൾ മുന്നോട്ട് വരികയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന പൊതുയോഗത്തിൽ സ്ത്രീകൾ മാത്രം ഉൾപ്പെട്ട പാനൽ അവതരിപ്പിച്ചു. എതിർപ്പില്ലാതെ അത് അംഗീകരിക്കപ്പെട്ടു. ഒക്ടോബർ 10-ന് 13 അംഗങ്ങളുള്ള വനിതാ ഭരണസമിതി ചുമതലയേറ്റു. അക്കൗണ്ടിൽ വെറും 1000 രൂപ മാത്രമുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നാണ് ഇവർ പ്രവർത്തനം ആരംഭിച്ചത്. ശ്രീ മേപ്പറമ്പ് വാമനമൂർത്തി അമ്പലത്തിൻ്റെ സെക്രട്ടറി ബിൻഷ, ഇത് പ്രസിഡന്റ് പ്രിയങ്ക, ട്രഷറർ സിന്ധു ചേച്ചി. ഞങ്ങൾ ഒരു 13 അംഗ വനിതാ സംഘമാണ് ഈ അമ്പലം ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം ഞങ്ങളുടെ കൂടെ ഒരു മാതൃസംഘം 50 ആളടങ്ങിയത്. പിന്നെ ഒപ്പം ഞങ്ങൾക്ക് വിദേശക്കാരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. അങ്ങനെ ഉത്സവം നല്ല ഗംഭീരമാക്കി നടത്തണം. ആദ്യത്തെ ഒരു അനുഭവമാണ്. അതെ, ഞങ്ങൾ 6 മാസമായിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഉത്സവമൊക്കെ നടത്തുന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ അംഗനവാടി പ്രവർത്തകയും കർഷകരും റേഷൻ കട ജീവനക്കാരിയും സുംബ പരിശീലകരും കേബിൾ TV ഓപ്പറേറ്റർമാരും ഉൾപ്പെടുന്ന വിവിധ മേഖലകളിലെ സ്ത്രീകളാണ് സംഘത്തിൽ. നിത്യപൂജയുള്ള ക്ഷേത്രത്തിൽ ഭരണസമിതി അംഗങ്ങളെല്ലാം വൈകിട്ട് ഒത്തുകൂടും. തിരുവോണ ഊട്ടിനായി പുറത്തുനിന്ന് സഹായം തേടാതെ 50 അംഗ മാതൃസംഘത്തോടൊപ്പം ചേർന്നാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ ഊട്ട് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ക്ഷേത്രഭരണം പുരുഷന്മാർക്ക് മാത്രം സാധ്യമെന്ന ധാരണകളെ മാറ്റി എഴുതുകയാണ് ഈ സ്ത്രീകൾ. ഒരേക്കറോളമുള്ള കുളവും 5 സെന്റിലെ ശ്രീകോവിലും ചുറ്റമ്പലവും ഉപക്ഷേത്രങ്ങളും അടങ്ങുന്നതാണ് അന്തിക്കാട് മേപ്പറമ്പ് ശ്രീ വാമനമൂർത്തി ക്ഷേത്രം. പ്രിയങ്ക പിച്ചേടത്ത്, സന്ധ്യ വേണുഗോപാൽ, ബിൻഷ സുധീർ, സുഷമ വിജയൻ, M സിന്ധു, ഷിബി ഷിജു, മണി ശശി, ജയ ഉണ്ണികൃഷ്ണൻ, മിനി രാജു, ഉദയ വേണുഗോപാൽ, രേഷ് സുജയ്, ഭാനുമതി, തുഷാര പ്രദീപ് എന്നിവരാണ് ഭരണസമിതിയിൽ ഉള്ളത്.